നമസ്കാരം. ഡൽഹി കേന്ദ്രീകരിച്ച് 4 ദിവസമായി തുടരുന്ന സീറ്റ് കടിപിടിക്ക് ഒരു അറുതിയില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ കണ്ട മറ്റൊരു അച്ചടക്കമുള്ള, ഉത്തരവാദിത്തമുള്ള, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ട സകല മാന്യതയും പുലർത്തിക്കൊണ്ടുള്ള മറ്റൊരു ദൃശ്യം കൂടി സംഭവിച്ചു. നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ലെങ്കിൽ ദേ നോക്കിയേ, ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കോലാഹലങ്ങൾ, ഒച്ചപ്പാടുകൾ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അച്ചടക്കമില്ലായ്മ നിങ്ങൾ കണ്ടോ? ഒരു പ്രബുദ്ധ വോട്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. മറു സൈഡിൽ കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിൽ തുടങ്ങിയ കടിപിടി ഡൽഹിയിലെത്തിയിട്ടും അവസാനിക്കാതെ സീറ്റിന് വേണ്ടി പൊരിഞ്ഞാടിയും ഒരു പാർട്ടിയെ തന്നെ ഒറ്റുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പോകുമെന്ന രീതിയിൽ സമ്മർദ്ദ തന്ത്രവും അല്ലെങ്കിൽ ഭീഷണിയുമായിട്ടൊക്കെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന സന്ദർഭത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തി, റോഡ് ഷോ നടത്തി, അതിനുശേഷം തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. മെയ് 25-നാണ് അദ്ദേഹം കേരളത്തിന്റെ 22ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പിന്നീട് 2021 മെയ് 20-ാം തീയതി 2ാം തവണയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ഇതാ 3ാം തവണയും അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഇത്തവണയും ഒരു 3ാം ഭരണം LDF-ന് ഉണ്ടാകുമോ, അതിൽ മുഖ്യമന്ത്രിയെ അദ്ദേഹം തന്നെ തുടരുമോ എന്നുള്ള ആകാംക്ഷ തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. 11 മണിയോടുകൂടിയാണ് തലശ്ശേരിയിലെ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ അദ്ദേഹം എത്തിച്ചേർന്നത്. 5 പേർക്ക് മാത്രമായിരുന്നു കൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളായിരുന്നു അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുള്ളത്. അങ്ങനെ 5 പേർ അകത്തേക്ക് എത്തുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. പ്രധാനമായും വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ്. എന്നാൽ അത്തരത്തിലൊന്നും വേണ്ട എന്ന് തന്നെ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് അത്തരത്തിൽ വലിയ റോഡ് ഷോയോ പ്രകടനമോ ഒഴിവാക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. സച്ചിൻ കൃഷ്ണൻ KS-ന് മുമ്പാകെയായിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹം അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രബുദ്ധ വോട്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു ദൃശ്യമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഈ നാട് ഭരിക്കേണ്ടത്. ആ തിരഞ്ഞെടുക്കാനുള്ള അവസരം വരുന്ന സന്ദർഭങ്ങളിൽ 2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണുകയാണ്, 2 ദൃശ്യങ്ങളായിട്ട്. നിങ്ങൾക്ക് ടെലിവിഷൻ ഓൺ ചെയ്താൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഡൽഹിയിൽ നിന്നുള്ള കടിപിടി വാർത്തയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഇരുട്ട വെളുക്ക ചർച്ച ചെയ്തിട്ട് പോലും കേവലം 95 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയാത്ത പാർട്ടി, അതിൽ 56 പുറത്തുവിട്ടു, ഇനിയും 40ഓളം സീറ്റുകൾ പുറത്തു വരാനുണ്ട്. ആ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ ശേഷിയില്ലാത്തവർ, അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലെ ആൾക്കാരെ തീരുമാനിക്കാൻ പ്രാപ്തിയില്ലാത്തവർ ഒരു സ്റ്റേറ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ അവർ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതായത് ഏറ്റവും അച്ചടക്കം കാണിക്കേണ്ടത് സ്ഥാനാർത്ഥി നിർണയ സമയത്താണ്. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇത്രയും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തുടർച്ചയായ 3ാം വട്ടവും ഭരണത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കെ ഇങ്ങനെയാണോ പാർട്ടി കൂറുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ പ്രവർത്തിക്കേണ്ടത്? അപ്പോൾ പാർട്ടിയല്ല, അവനവനിസം. ആ അവനവനിസത്തിലൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമോ? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പടലപ്പിണക്കങ്ങൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ജയിച്ചു കയറി വന്നാൽ എപ്പോഴെങ്കിലും ഇവർ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഒരു തീരുമാനമെടുത്തു, പ്രഖ്യാപനം നടത്തി, അതിനുശേഷം പാർട്ടിക്കകത്ത് ചിലർക്ക് സീറ്റ് കൊടുത്തില്ല എന്ന രീതിയിൽ പിണങ്ങിപ്പോയി എന്ന് കരുതിക്കൊണ്ട് അവിടെ ഒന്നും നിന്നില്ല, ആരും പ്രതിസന്ധിയിലായില്ല. പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക 23-നകം സമർപ്പിക്കണം. ഇനി വിരലിൽ എണ്ണാവുന്ന ഡേറ്റ്. അതിൽ നാളെ പെരുന്നാളായി, ഞായറാഴ്ചയായി. അപ്പോൾ ചുരുങ്ങിയ 1-2 ദിവസം മാത്രം അവശേഷിക്കുകയും സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി ഇങ്ങനെ കടിപിടി കൂടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. പാർട്ടി തകർന്നാലും എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി എന്ന് വിചാരിക്കുന്നവർ അധികാരത്തിലേക്ക് വരണമെന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ ഭരിക്കേണ്ടവർ ഏത് തരത്തിലായിരിക്കണം? കാര്യങ്ങളെക്കുറിച്ച് ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ കൃത്യമായി സമയബന്ധിതമായി ചെയ്യുന്നവരാണോ
കാര്യങ്ങൾ വൃത്തിക്കും വെടുപ്പിനും നടത്തുക, അല്ലെങ്കിൽ ഈ അവസാന നിമിഷം വരെ കടിപിടി കൂടി പിടിച്ചു വാങ്ങി എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടുന്നവരാണോ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. നിങ്ങളുടെയും നിങ്ങളുടെ വരുംകാല തലമുറയ്ക്ക് ഏതാണ് ആവശ്യമെന്ന് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ജാതി, മതം, മറ്റ് ചിന്തകളൊക്കെ മാറ്റി നിർത്തിയതിന് ശേഷം കാര്യങ്ങളെ നോക്കിക്കണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യവും ഈ ഒരു ദൃശ്യവും മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെ നേരത്തെ പറയുന്ന പോലെ ദൈവങ്ങൾക്ക് പോലും രക്ഷിക്കാൻ കഴിയില്ലെന്നേ.